നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. റോഡിൽ അമ്പ പ്രദർശനത്തിനിടയിൽ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പൊള്ളലേറ്റത്. വഴിയിലൂടെ ബൈക്കിൽ വരുന്നതിനിടയിൽ ഓലപ്പടക്കം ബൈക്കിലേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത്. എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത്. എടവിലങ്ങ് കാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ കണ്ണൻ ചെരിഞ്ഞു. 80 വയസ്സിനോടടുത്ത് ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നു. വിവിധ രോഗങ്ങൾ മൂലം 3 മാസത്തോളമായി ആന ചികിത്സയിലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ട മത്സരത്തിൽ 9 തവണ ജേതാവായിട്ടുണ്ട്. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയത് മൂലം വൻ ദുരന്തം ഒഴിവായി. ഈ സമയത്ത് നിരവധി യാത്രക്കാരാണ് റോഡിൽ ഉണ്ടായിരുന്നത്. ഞായറാഴ്ച ആയതിനാൽ വിനോദസഞ്ചാരികളായിരുന്നു ഏറെയും. മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 44 ലക്ഷം രൂപയുടെ സ്വർണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. ജിദ്ദയിൽ നിന്നും കുവൈത്ത് വഴിയെത്തിയ മലപ്പുറം സ്വദേശി റിയാദാണ് 3 ഗുളികകളുടെ രൂപത്തിലാക്കി 848 ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്തിയത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിന്റെ ISO സർട്ടിഫിക്കറ്റ് പ്രഖ്യാപനവും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ റോക്കി റോബി കളത്തിലിനെ കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായി ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നിയമിച്ചു. ഫെബ്രുവരി 9 ചുമതലയേൽക്കും. ഡോക്ടർ ആന്റണി കുരിശിങ്കൽ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്ക വികാരിയായും റെക്ടറായും ചുമതലയേൽക്കുന്ന ഒഴിവിലാണ് നിയമനം. ഇന്ന് മാളയുടെ പ്രിയപ്പെട്ട കലാകാരൻ മാള അരവിന്ദന്റെ സ്മരണ ദിനം. മാള അരവിന്ദൻ ഓർമ്മയായിട്ട് 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും മാള അരവിന്ദന് ഒരു സ്മാരകം വേണമെന്ന മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. ഈ വർഷവും സ്മാരക നിർമ്മാണം ആവശ്യപ്പെട്ട് ഫൗണ്ടേഷൻ ഭാരവാഹികൾ നിവേദനം നൽകിയിട്ടുണ്ട്. പൂപ്പത്തി യോഗക്ഷേമ ഉപസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കി രമൺ കാളിദാസൻ ഭട്ടത്തിരിപ്പാട് നിർവഹിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മുഖ്യാതിഥിയായി. ഉപസഭ പ്രസിഡന്റ് KN വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മാള സ്റ്റൻസ്ലാവസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിവാഹ തിരുനാളും സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളും ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ നടന്ന കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് കേളംപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് സമാപിക്കുന്നു. നമസ്കാരം.